Hey guys, welcome to our first podcast. എൻ്റെ പേര് ജൂലിയൻ. ഞാൻ നിയോട്ടോക്കിയുടെ ഹെഡ് ഓഫ് റിസർച്ച് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ഞാൻ റോണി, ഞാൻ കമ്പനിയുടെ CTO ആണ്. നമുക്ക് തുടക്കത്തിൽ തന്നെ നിയോട്ടോക്കിയോ എന്താണെന്ന് പറയാം. സോ നിയോട്ടോക്കിയോ ഒരു സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ആണ്. ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് സെർവേഴ്സ്, സ്റ്റോറേജ് സൊല്യൂഷൻസ്, നെറ്റ്വർക്കിംഗ് ഈ വക IT റിക്വയർമെൻറ്റ്സ് ഉള്ള കമ്പനീസിന് വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്ത് കൊടുക്കും. സോ ഇതൊരു പുതിയ ഫോർമാറ്റിൽ നമ്മൾ പല ഇഷ്യൂസ്, പല ഒപ്പീനിയൻസ്, ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പേസാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിന് ഇപ്പോഴും ഇൻറ്റൽ CPUs റെക്കമെൻഡ് ചെയ്യുന്നു? ഇൻറ്റലിന് കുറേ ഇഷ്യൂസ് ഉണ്ട്, 13 Gen 14 Gen CPUസിന് നിറച്ച് ഇഷ്യൂസാണ്. സോ ഈ ഒരു ടോപ്പിക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജൂലി, നിനക്കൊന്ന് തോന്നുന്നു? ടെക്നിക്കലി നമ്മൾ പറഞ്ഞ പോലെ നിയോട്ടോക്കിയോ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സൊല്യൂഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഒരു വർക്ക് ഫ്ലോ എന്ന് എപ്പോഴും പറയുന്നത്, ഞങ്ങളെപ്പോഴും ഹാർഡ്വെയർ അല്ലായിരിക്കും കസ്റ്റമറിന് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഹാർഡ്വെയർ സജസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അടുത്തൊരു ആർക്കിടെക്ട് വരുമ്പോഴാണ്, VFX ആർട്ടിസ്റ്റ് വരുന്നത്, ദേ വോണ്ട് ആക്ച്വലി ഡയറക്ട്ലി ആസ്ക് ഫോർ i9. ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണത്. അതുകൊണ്ട് ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ ആ സ്പെസിഫിക് ആപ്ലിക്കേഷന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് അതൊരു i9 തന്നെയാണ്. എപ്പോഴും 6 GHz ഫോർ 24 കോഴ്സിലും വരുന്നുണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഓഫ് എ എന്താണ്, ഒരു റേസ് കാർ എഞ്ചിൻ ഇൻസൈഡ് എ ചിപ്പ് തന്നെയാണ്. അപ്പം ഐ ബിലീവ് സ്റ്റിൽ i9 ഔട്ട് പെർഫോംസ്, ബട്ട് ദർ ആർ അലിഗേഷൻസ്, ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ ഒരു ഫെയിലിയർ റേറ്റിനെ കുറിച്ച് നീ എങ്ങനെ പറയും? സോ നോട്ട് ടു കമ്പയർ എനിത്തിങ്സ്, ബട്ട് ദർ ആർ അതർ ചിപ്സ് സോ ഓഫ് ദ ചാറ്റ്. i9ൻ്റെ ഫെയിലിയർ റേറ്റ് ഒരു ഫെയിലിയർ റേറ്റ് അല്ല. സ്റ്റിൽ അഗെയിൻ നമുക്കും ഇഷ്യൂസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കസ്റ്റമർ കൗണ്ട് എടുത്താൽ തന്നെ ലെസ് ദാൻ 0.5% കസ്റ്റമേഴ്സ് മാത്രം നമുക്ക് വന്നിട്ടുള്ളൂ. i9 ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്നും പറഞ്ഞു വന്നിട്ടുള്ളത്. ബട്ട് ഒരു ഗ്ലോബൽ സിനാരിയോ നോക്കിയാലും നമ്മൾ ഹീറ്റിംഗ് ഇഷ്യൂ മാത്രമല്ല, നമ്മളെ ഇൻസ്റ്റബിലിറ്റി ഇഷ്യൂസും കൂടെയാണ് നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. സോ ഹീറ്റിംഗ് ഇഷ്യൂസ് മാത്രമല്ല. ഓക്കെ, ഇപ്പോൾ മെയിൻലി നമുക്കിപ്പോൾ പല രീതിയിലാണ് ഇതിൻ്റെ ഇഷ്യൂസ് ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈവൻ കമ്പനി വരും, അവരുടെ പ്രൊഡക്റ്റിന് എന്താണ് എക്സാക്ട്ലി പ്രൊഫഷൻ എന്നുള്ളത് പറയത്തില്ല, അതൊരു കമ്പനിയും പറയത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോസസ്സറിലുള്ള മൈക്രോ കോഡ്. സോ ഈ മൈക്രോ കോഡ്, അതിനകത്ത് കുറച്ച് ആൽഗോറിതംസ് ഉണ്ട്. സോ ആൽഗോറിതംസ് ബേസിക്കലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പെസിഫിക്കലി പറയുന്നത് ഇൻറ്റലിൻ്റെ TVB 3.0 എന്നുള്ളൊരു അൽഗോറിതം ആയിരിക്കും. ലൈക്ക് ഇതാണ് കൂടുതലും ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സ് പറയുന്ന ഒരു റീസൺ ഇതാണ്. സോ ഈ അൽഗോറിതത്തിനകത്ത് ബേസിക്കലി ചെയ്യുന്നത്, എത്ര നമുക്ക് തെർമൽ ഹെഡ്റൂം ഉണ്ടോ, ഇപ്പം CPU ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ വരെയുള്ള ആ ഒരു ഹെഡ്റൂം വെച്ചിട്ട് ഇറ്റ് വിൽ കൂടുതൽ വോൾട്ടേജ് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ആ ഒരു സിനാരിയോയിൽ ഈ CPU അങ്ങനെയാണ് ഈ 6 GHz അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ട് ബിയോണ്ടിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു കണ്ടീഷനിൽ ഇൻസ്റ്റബിലിറ്റി ഈസ് പ്രോൺ ടു ഹാപ്പൻ. ബട്ട് ഇൻറ്റൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത്, അത് അവരുടെ ഈ അവർക്ക് ഓരോ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അവർക്ക് ഇന്ന ക്രൈറ്റീരിയസ് ഉണ്ടാവും. ഇത്രയും എറർ റേറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിലാണ് ഒരു ക്വാളിഫയിങ് സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പുറത്ത് സാധനം ഇറക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ ഇൻറ്റൽ CPUs ആർ സ്റ്റിൽ ഫൈൻ. സോ ഈ ഒരു സ്പെസിഫിക് എറർ എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് K എഡിഷൻ CPUസിന്. i5 അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ i5 യൂണിറ്റ്സും ഫെയിലിയർ ഉണ്ട്, i7ഉം i9ഉം. നമുക്കിവിടെ ആക്ച്വലി നമുക്ക് വിരലിലെണ്ണാവുന്ന അത്രയും i9സും വളരെ 1-2 i7 മാത്രമാണ് ഫെയിലിയർ ആയിട്ടുള്ളൂ. അപ്പം അതിപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു 100 പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 95 എണ്ണവും ഇൻറ്റലും 5 എണ്ണം AMD ആയിരിക്കും. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം സ്റ്റിൽ ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പം നമുക്കിപ്പോൾ നമ്മൾ എടുത്ത ഒരു 5 CPU എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 2 കേടുണ്ടാവും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഷോപ്പ് ഫെയിലിയർ ആയിരിക്കും, വരുമ്പോൾ തന്നെ നമുക്ക് ഷോപ്പിൽ വെച്ചുള്ള ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും. ഫീൽഡിൽ പോയിട്ട് കേടാവുന്ന സിനാരിയോസ് കൂടുതലും പ്രീവിയസ് ജനറേഷൻ 11th Gen ഇൻറ്റൽ CPUസും AMDയുടെ 7000 സീരീസും ഒക്കെ നമുക്ക് ഫീൽഡിൽ പോയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇഷ്ടംപോലെ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ കൊടുത്ത ലിമിറ്റഡ് നമ്പർ ഓഫ് CPUs വെച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സാധനം നമ്മളിപ്പോൾ ഇൻറ്റൽ കൊടുക്കുന്ന ഒരു പോയിന്റിൽ, ഈവൻ ഞാനിവിടെ വന്നപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് AMDയിലും ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് വരാറുണ്ട്. അപ്പം അതിനെ ഇപ്പം പ്രോപ്പർലി 6 GHz ആണ് അവർക്ക് കൊടുക്കണേ. സോ CPU നെവർ റൺസ് ഓൺ 6 GHz ഒരു റൺ ചെയ്യുന്നില്ല. അപ്പം ആ പോയിന്റിൽ നമുക്ക് ഇപ്പം 4900K എന്നൊരു സാധനം, ഹൗ വുഡ് ഇറ്റ് സ്റ്റിൽ ഔട്ട് പെർഫോം വെൻ യു ആർ കമ്പയറിംഗ് വിത്ത് ആൻ AMD ലൈനപ്പ് വരുമ്പോൾ?
മെയിൻലി സിംഗിൾ ത്രെഡഡ് ആപ്ലിക്കേഷൻസിലാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. കാരണം ആ ഒരു 6 GHz അടിക്കും നമുക്കറിയാം 24 കോഴ്സും ഒരേപോലത്തെ കോഴ്സ് അല്ല. അതിനകത്ത് ഈ പെർഫോമൻസ് കോഴ്സാണ് ഈ പറയുന്ന 6 GHz അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കോഴ്സേ ഉള്ളൂ. സോ ഈ കോഴ്സ് തരുന്ന സിംഗിൾ കോർ പെർഫോമൻസ് സ്റ്റിൽ ഒരു 16 കോർ എന്താ പറയുക മൾട്ടിപ്പിൾ ടൈൽ ഇരിക്കുന്ന CPU തരുന്നതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് ആക്ച്വലി ഇൻ്റൽ തരും. മെയിൻ പല റീസൺസ് ഉണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് റൈസിൻ്റെ CPUs ആക്ച്വലി ഒരു ഇൻഫിനിറ്റി ഫാബ്രിക് എന്ന് പറഞ്ഞതിനകത്ത് ഇരുന്നിട്ട് അതെല്ലാം ആ ഒരു അയോഡായി കൂടെയാണ് അതിന് മെമ്മറീസ് ആക്സസ് ചെയ്യുന്നത്. ഈ CCDs ഒരു കമ്പ്യൂട്ടർ കോംപ്ലക്സുകൾ. ഇൻ്റൽ CPUs അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എന്താ പറയുക എല്ലാ കോഴ്സിനും എന്താ പറയുക മെമ്മറി ആക്സസ് ചെയ്യുന്ന വിധവും AMD മെമ്മറി ആക്സസ് ചെയ്യുന്ന വിധവും ലൈക്ക് ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ ഒരു യൂസ് കേസിൽ കൂടുതലും ആൾക്കാർക്ക് ഈ എന്താ പറയുക ഇൻ്റൽ ഡിസൈൻ ചെയ്ത വിധത്തിലുള്ള ആർക്കിടെക്ചർ ആ ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ സെറ്റ്സാണ് കൂടുതലും എന്താ പറയുക യൂസ്ഫുൾ. സോ അതുകൊണ്ടാണ് ഇൻ്റലിൽ പല വർക്ക് ലോഡ്സിനും അത് ബെറ്റർ ആവുന്നത്. പക്ഷേ ഈ 9000 സീരീസിൻ്റെ ഒരു വരവോടുകൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മാറുകയാണ്. ആ പുതിയ ബ്രാഞ്ച് പ്രൊഡക്ഷൻ അൽഗോരിതം ഒക്കെ ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. അപ്പം അത് ഇനി ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പം ഇപ്പം അപ്കമിങ് ആയിട്ട് നമ്മുടെ പുതിയ വിൻഡോസ് ഫീച്ചർ അപ്ഡേറ്റ് ഉണ്ട് 24H2 കറക്റ്റ് അറിയത്തില്ല കോട്ട് ചെയ്യാം. അപ്പം ആ ഒരു വെർഷനിൽ അപ് ടു 10 to 15% പെർഫോമൻസ് അപ്ലിഫ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 5000 സീരീസിൻ്റെ CPUs വരെ ആ ഒരു പെർഫോമൻസ് അപ്ലിഫ്റ്റ് ഉണ്ട്. അപ്പം ഇൻഡസ്ട്രി ട്രെൻഡ് പല രീതിയിൽ മാറും. ഇപ്പം പുതിയ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് വരും, പുതിയ എന്താ പറയുക ബെഞ്ച് മാർക്സ് വരും. സോ നമ്മൾ ആക്ച്വലി ഒരു സ്പെസിഫിക്കലി എന്താ പറയുക ഇൻ്റൽ സ്പോൺസേർഡ് ആയിട്ട് രീതിയിലല്ല നമ്മൾ പ്രൊഡക്ട്സ് വെക്കുന്നത്. എന്താണ് എന്താ പറയുക ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റിന് ഒരു സോഫ്റ്റ്വെയറിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അത് നമ്മൾ പിച്ച് ചെയ്യുന്നത്. വി ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ബൈ ഇൻ്റൽ ടു സേ ദിസ്, ബട്ട് ഇതാണ് സിറ്റുവേഷൻ. ഇപ്പം നാളെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നു ഒരു സർട്ടൺ റേഞ്ച് വരെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് PCs കൊടുക്കുന്നത് നമ്മൾ റൈസനാണ് കൊടുക്കുന്നത്. റൈസിൻ്റെ പുതിയ 9600X അല്ലെങ്കിൽ 700X ആണ് കൊടുക്കുന്നത്. കാരണം ആ ഒരു ക്ലാസ്സിലുള്ള ഇൻ്റൽ CPUs വെച്ച് നോക്കുമ്പം കൂടുതൽ പെർഫോമൻസ് അതിന് തരാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഇറ്റ് വിൽ കീപ്പ് എന്താ പറയുക അങ്ങോട്ട് കൂടെ ചാടിക്കൊണ്ടിരിക്കും. ഇപ്പം നാളെ ഇൻ്റലാണ് ടോപ്പെങ്കിൽ ഇൻ്റലിൻ്റെ കൂടെ നിൽക്കും, AMD ആണ് ടോപ്പ് എന്നുണ്ടെങ്കിൽ AMDയുടെ കൂടെ നിൽക്കും. പക്ഷേ അത് അപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ യൂസ് കേസിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രൊഡക്ട്സ് സെൽ ചെയ്യത്തുള്ളൂ. നമ്മുടെ കയ്യിലുള്ള സാധനമല്ല നമ്മൾ വിൽക്കുന്നത്. സെയിം തിങ് കം വിത്ത് ഗ്രാഫിക്സ് കാർഡ് ഓൾസോ. ഇപ്പം വി ഹാവ് എ 7600 XT ഐ തിങ്ക് 16 GB VRAM വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് എ 4070 ഇറ്റ്സ് ഓൾമോസ്റ്റ് ഐ ബിലീവ് ഡബിൾ ദ പ്രൈസ് ഇല്ല, ബട്ട് ഓൺ ആൻ ആവറേജ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ ദ 30% ഡിഫറൻസ് ഉണ്ട്. 12 GB VRAM. അപ്പം വെൻ ക്ലയൻസ് യൂഷ്വലി കോൾ മീ, അപ്പം അവരുടെ ഇപ്പോൾ ലൂമിയോൺ ഒരു 16 GB VRAM ആണ് ലൂമിയോന്റെ ബെസ്റ്റ് സ്പെക്ക് ആയിട്ട് ഐ ബിലീവ് വെബ്സൈറ്റുകൾ പറയുന്നത്. സോ നോക്കുമ്പോൾ ആക്ച്വലി 7600 XT ഡസ് ഹാവ് 16 GB VRAM. അതെ. എന്നിട്ട് അവർ ചോദിക്കും ഇപ്പോൾ 12 GB VRAM ഓക്കെ പൈസ കുറഞ്ഞ സാധനമാണല്ലോ. അപ്പം ആ ഒരു അതും ദാറ്റ്സ് ഓൾസോ ഒരു മിസ്കൺസെപ്ഷൻ ഞാൻ പറയത്തില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ആർക്കിടെക്ചർ. ബേസിക്കലി RDNA 3 and it's GDDR6X അത് ടെക്നോളജി മെമ്മറി ടെക്നോളജിയാണ് വരുന്നത്. മറ്റേത് എഡ ലവ്ലേസ് ആർക്കിടെക്ചർ. സോ ആർക്കിടെക്ചറിന്റെയും ഇതിന്റെയും വ്യത്യാസം എഫിഷ്യൻ്റ്ലി ഇപ്പം നമ്മുടെ കേൾക്കുന്ന ആൾക്കാരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലൈക്ക് ഹൗ എ 4070 12 GB is always better than a 7600 XT with a 16 GB of RAM. I mean VRAM.